സ്വരമായി അണയാമീ ബലിവേദി. വീണ്ടും ഒരു ഞായറാഴ്ച കർത്താവിൻ്റെ ബലിപീഠത്തിൻ്റെ ചുറ്റും നിന്ന് കൃതജ്ഞതയോടെ നമ്മൾ ഈ ബലിയർപ്പിക്കുകയാണ്. മലയാളികളായ നമ്മളെല്ലാവരും ഈ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമായ ഓണം ആഘോഷിച്ചു എന്ന് അഭിമാനത്തോടെ നമ്മൾ നിൽക്കുന്നു. 2021 ഈ ഓണം ആഘോഷിക്കാനും ഒരുമിച്ച് വീട്ടിലിരുന്ന് കുടുംബാംഗങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാനും ഒക്കെ ആയുസ്സും ആരോഗ്യവും തന്ന ദൈവത്തിന് നമുക്കൊരുമിച്ച് നന്ദി പറയാം. പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ നമുക്കൊരുമിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ഒരു ബലത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ആവശ്യമായ അനുഗ്രഹങ്ങൾ ഈ കുർബാനയിൽ നിന്ന് നമുക്കൊരുമിച്ച് ചോദിച്ചു വാങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനോ ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനോ ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനോ ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ലോകമെങ്ങും സുവിശേഷം അറിയിച്ച സ്ലീഹന്മാരുടെ ഓർമ്മയാചരിക്കുവാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെ തൃക്കൺ പാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ജീവദായകവും ദൈവികവുമായി ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരും പാപികളുമായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുക എന്നും ഞാൻ. സകലേശാനി തിരുനാമം വാഴ്ത്തിയിടും ഞാൻ
അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. അനവധ്യൻ മമ നാഥാനിൻ മഹിമയ്ക്കളവില്ലറിവൂ ഞാൻ. തലമുറ തലമുറയോടിന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ നന്ദി പറയുവാൻ ഞങ്ങൾ മറന്നു പോകുന്നതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങളിൽ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുര സ്വരം ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ഓരോരുത്തരുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ആമേൻ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ ഗുരു ആശീർവദിക്കണമേ. മിശിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ യൂദായിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ദൈവത്തിന്റെ സഭകളെ അനുകരിക്കുന്നവരായി തീർന്നു. എങ്ങനെയെന്നാൽ യഹൂദരിൽ നിന്ന് അവർ സഹിച്ചവയെല്ലാം തന്നെ സ്വന്തം നാട്ടുകാരിൽ നിന്ന് നിങ്ങളും സഹിച്ചു. യഹൂദർ കർത്താവായ യേശുവിനെയും പ്രവാചകന്മാരെയും വധിച്ചു. ഞങ്ങളെ ആട്ടിപ്പുറത്താക്കി. വിജാതിയരുടെ രക്ഷയെ കരുതി അവരോട് പ്രസംഗിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവർ ദൈവത്തെ അപ്രീതിപ്പെടുത്തുകയും എല്ലാ മനുഷ്യരെയും എതിർക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് പൂർത്തിയാക്കുന്നു. ഇതാ അവസാനം ദൈവത്തിന്റെ ക്രോധം അവരുടെ മേൽ നിബന്ധിച്ചിരിക്കുന്നു. സഹോദരരെ, ആത്മന അല്ലെങ്കിലും ശാരീരികമായി കുറച്ചു നാളത്തേക്ക് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ മുഖാഭിമുഖം വീണ്ടും കാണാൻ അതീവ താല്പര്യത്തോടും ആകാംക്ഷയോടും കൂടി ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ പൗലോസായ ഞാൻ പല പ്രാവശ്യം ആഗ്രഹിച്ചു. എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി. കർത്താവായ യേശുവിന്റെ പ്രത്യാഗമനത്തിൽ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാനത്തിന്റെ കിരീടവും എന്താണ്?
അത് നിങ്ങൾ തന്നെയല്ലേ? എന്തെന്നാൽ നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും ആനന്ദവും. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെ ജീവനുമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച ഈ അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. 18-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങള്. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് ഈശോ നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. കുറേ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും. പ്രത്യേകിച്ച് ഈ കോവിഡ് തുടങ്ങിയ സമയം മുതൽ ഇന്ന് വരെ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ആരും പ്രാർത്ഥിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഇരിക്കുമ്പോഴും വെറുതെ ആയിരിക്കുമ്പോഴും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നീയൊന്ന് ഈ പകർച്ചവ്യാധിയെ ശാസിച്ച് ഇരുന്നെങ്കിൽ, ഇതിനെയൊന്നും മാറ്റി തരണമേ. ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ ദുരന്തങ്ങളാണ് ഞങ്ങളുടെ സമീപത്തേക്ക് വരുന്നത്. ഈശോ പറയുന്നു, എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും ദൈവം നിന്റെ കൂടെയുണ്ട്. നീ പ്രാർത്ഥന അവസാനിപ്പിക്കാതെ, മടുപ്പ് തോന്നാതെ ദൈവം നിനക്ക് നീതി നടത്തി തരുമെന്നുള്ള വലിയ പ്രത്യാശയോടെ പ്രാർത്ഥിക്കാൻ ഈശോ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പ്രത്യാശ തീർന്നു പോകാതിരിക്കട്ടെ. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ കുറേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നും. ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ദൈവം രക്ഷപ്പെടുത്താനൊന്നും പോകുന്നില്ല. ചിലപ്പോൾ അത് കഴിയുമ്പോഴായിരിക്കും ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കാൻ പോവുക. നമ്മൾ തിരിഞ്ഞ് നടന്നു എന്ന് വരും. പക്ഷേ പ്രത്യാശ നഷ്ടപ്പെടുത്താതെ, തീർന്നു പോകാതെ പ്രാർത്ഥിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്യാത്തൊരു ന്യായാധിപൻ ഒരു പട്ടണത്തിനുണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട് എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമെന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറെ നാളത്തേക്ക് അവനത് ഗവനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യനെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ന്യായാധിപൻ പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കുവിൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ച് കരയുന്ന തൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബരം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി നിന്ന് കർത്താവ് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ഏറ്റു പറയാം. കർത്താവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളെ ചുടുനിലത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോടത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊത്ത് പങ്കാളികളാകുവാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകസത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുന്നതിനു വേണ്ട അനുഗ്രഹം സഭാതലവനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളെ സഭാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തയ്ക്കും മറ്റെല്ലാ മേലധ്യക്ഷന്മാർക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവേ, സഭയോട് ചേർന്ന് ഏകമനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീഷ്ണതയോടും കൂടി നിന്റെ സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിത രംഗങ്ങളിൽ സേവനമനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ
നമ്മുടെ ഓരോരുത്തരുടെയും കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളെ മാലിന്യം തുടച്ചുനീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. ആമേൻ. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും തന്നെ പിഴാൻ പോത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാരത്തിന്റെയും ഓർമ്മ ആചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ ഈശോയെ, പുതിയ പ്രഭാതം, പുതിയ പ്രതീക്ഷകള് അങ്ങ് തന്ന ഈ ദിവസത്തെ അങ്ങയുടെ കൈകളിലേക്ക് പരമേൽപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും കണ്ണു തുറന്നപ്പോൾ ഞങ്ങളുടെ മനസ്സിലേക്ക് വന്ന പ്രാർത്ഥനകള്, നിയോഗങ്ങള്, സങ്കടങ്ങള്, പരിഭവങ്ങള്, അലച്ചിലുകള് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ അങ്ങ് ഞങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഇടപെടുമെന്നുള്ള വലിയ ആഗ്രഹത്തോടെ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ തുടരുന്നു. അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേല്, ഞങ്ങളുടെ ഇടവകയുടെ മേല്, വേദനിക്കുന്ന ചുറ്റും വസിക്കുന്ന മനുഷ്യരുടെ മേല് നിന്റെ കരുണ ചൊരിയണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമാതാവാം കന്യാമേരിയേ, സ്നേഹമോടോർത്തിടാം അൾത്താരയിൽ. കന്യാമേരിതൻ ദിവ്യവല്ലഭനേ, വിനയമോടു വാഴ്ത്തിടാം അൾത്താരയിൽ. ഭാരതത്തിൻ ശ്രീകയാം മാർത്തോമാ, സാദരം ഞങ്ങൾ നിന്നെ വാഴ്ത്തിയിടുന്നു. സ്നേഹന്മാരെ, ധന്യരക്തസാക്ഷികളെ, ശാന്തിഭൂവിനു കൈവരാൻ പ്രാർത്ഥിക്കണമേ. ഹൃദയടഞ്ഞവരാനന്ദ മഹിമയോടെ ദിവ്യസന്നിധിയാർന്നു കാൻ അണിഞ്ഞിടേണം. കാരുണ്യവാനായ ലോകരക്ഷകനേ, നിത്യശാന്തി അവർക്കു നീ നൽകിടേണം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമദൃശ്യമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിലെ ഏകപുത്രനും സർവ്വശക്തിയുള്ള ആദിജാതനും യുഗങ്ങളെല്ലാം മുൻപ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യത്തിലുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ
അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായ മാമോദീസായും ശരീരത്തിലെ ഏർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരുമിച്ചർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന അയോഗ്യനും പാപിയുമായ എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകലങ്ങളുടെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങളെ അങ്ങ് കാരുണ്യാദ്രകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയുടെ മകയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തിയിടുവിൻ, സ്വർഗ ചിന്തകളാ മനസ്സുകൾ നിറച്ചിടുവിൻ. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ശക്തനായ ദൈവമേ, അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ശക്തനായ ദൈവമേ, ഹൃദയവേദികൾ തുറന്നങ്ങേ വിളിക്കുന്നു ഞങ്ങൾ, ദിവ്യസന്നിധിയിൽ ചിന്തകൾ ഉയർത്തുന്നു. ലോകനായകനാമീശൻ ബലിയണയ്ക്കുന്നു, ജീവിതം പരമനാഥൻ കാഴ്ചവയ്ക്കുന്നു. സത്യമായതു മനുഷ്യനു കടമയല്ലോ, ഭക്തിയോടുചിതമായതു ചെയ്തിടേണം. സത്യമായതു മനുഷ്യനു കടമയല്ലോ, ഭക്തിയോടുചിതമായതു ചെയ്തിടേണം. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര മഹത്വമേറിയ പരിശുദ്ധ ത്രിത്വത്തിന്റെ ഏറ്റവും ആരാധ്യമായ നാമം എല്ലാ ആദരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യ വംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങൾ മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന്
നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്നു ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗീയ ദൂതരൊന്നു ചേർന്ന് ശ്രുതിമീട്ടി ഞങ്ങൾ പാടിടുന്നു. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ബലവാനും കർത്താവും നീയേ പ്രഭോ. കർത്താവേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ. കർത്താവേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ. തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായി ഇവരെ ഉദ്ധരിക്കാൻ നിയമത്തിന് വിധേയനായി രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തി രക്ഷാകരമായ ആ രഹസ്യം തിരുമുമ്പിൽ വീണ്ടും ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവേ, പ്രത്യാശയോടെ ഞങ്ങൾ വീണ്ടും വീണ്ടും അപേക്ഷിക്കുകയാണ്. മടുപ്പ് തോന്നാതെ വീണ്ടും വീണ്ടും ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങളുടെ ജീവിതത്തിൽ നീ പ്രകാശമാകണമേ. ഈ ദിവസം നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മയ്ക്ക് ഉപയുക്തമായത് ദൈവഹിതമാണെന്ന തിരിച്ചറിവോടെ സ്വീകരിക്കാനും അതനുസരിച്ച് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനുമുള്ള കൃപ നീ തരണമേ. ചുറ്റും വേദനിക്കുന്ന മനുഷ്യരെയും ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ളവരെയും അതിഗൗരവമേറിയ ഓപ്പറേഷനുകൾക്ക് വിധേയമാകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരെയും അടുത്തും അകലങ്ങളിലും ഇരുന്ന് ഞങ്ങളോട് കരഞ്ഞ് പ്രാർത്ഥന ചോദിക്കുന്ന ഓരോ കുടുംബങ്ങളെയും രൂപാന്തരപ്പെടുത്തണമേ. കരങ്ങൾ കൂപ്പി ഏറ്റവും താഴ്മയോടെ വീണ്ടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത കൃതജ്ഞതാ സ്തോത്രം ചെയ്ത വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞങ്ങളെ ജീവിപ്പിച്ചു
ശത്രുക്കളെ പരാജിതരാക്കി ബലഹീനമായ മനുഷ്യപ്രകൃതി നീ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും ഞങ്ങൾ നിനക്ക് സ്തുതി ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും. കർത്താവേ, ശക്തനായ ദൈവമേ, ആഗോള സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയ്ക്കും മെത്രാപ്പൊലീത്തമാർ, മെത്രാന്മാർ, വൈദികർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, രാഷ്ട്രതലവന്മാർ, ആരോഗ്യ പ്രവർത്തകർ, രോഗി ശുശ്രൂഷയിലായിരിക്കുന്നവർ, നിയമപാലകർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും ശ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രീതിജനകമായി വിധം വർത്തിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ ഓരോ മനുഷ്യർക്കും ഒരു നേരത്തെ ഭക്ഷണത്തിനും വസ്ത്രത്തിനും വേണ്ടി കരയുന്നവരും തെരുവുകളിൽ അലഞ്ഞു തിരിയുന്നവരും മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാതെ ആശുപത്രികളിൽ നിലവിളിക്കുന്നവരും ഏകാന്ത ജീവിതം നയിക്കുന്നവരും ഏകസ്ഥരായി ഭവനങ്ങളിലും അഗതി മന്ദിരങ്ങളിലുമായിരിക്കുന്നവരും പകർച്ചവ്യാധിയുടെ ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ ദേശത്ത് വസിക്കുന്ന കുടുംബങ്ങൾക്കും അതിലെ ഓരോരുത്തർക്കും ഐസിയുകളിലും വെന്റിലേറ്ററുകളിലും ആയിരിക്കുന്നവരും ജീവനും ശ്വാസത്തിനു വേണ്ടി കരയുന്ന ഓരോരുത്തർക്കും ഈ പകർച്ചവ്യാധിയിൽ മരണപ്പെട്ടു പോയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആത്മാക്കൾക്കും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ഇടവക സമൂഹത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയ എല്ലാ പ്രിയപ്പെട്ടവർക്കും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്ത് ഈ ബലിയിൽ പങ്കുചേരുന്ന ആരാധനാ സമൂഹം മുഴുവനും ഇവരുടെ കുടുംബങ്ങൾക്ക് അതിലെ ഓരോ വ്യക്തികൾക്ക് വിവാഹ ജീവിതത്തെ സ്വപ്നം കാണുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന പരീക്ഷകളെ ഇന്റർവ്യൂകളെ അഭിമുഖീകരിക്കുന്ന ജോലി പഠനമായി വിദേശങ്ങളിലായിരിക്കുന്ന വിദേശത്ത് പോകാൻ തയ്യാറെടുക്കുന്ന അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന കുടുംബ സമാധാനത്തിനു വേണ്ടി കരയുന്ന ഭവനങ്ങളുടെ നിർമ്മാണത്തിലായിരിക്കുന്ന കടബാധ്യതകളിലൂടെ കടന്നു പോകുന്ന സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്ന അടുത്തും അകലങ്ങളിലും ഇരുന്ന് ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള ഞങ്ങളുടെ ഈ ഇടവക സമൂഹത്തിലെ വേദനിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കും സങ്കടങ്ങളുമായി ജീവിക്കുന്നവർക്കും വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം തേടി ഇവിടെ വരുന്ന നാനാജാതി മതസ്ഥനായ ഓരോ മനുഷ്യരുടെ ചെറുതും വലുതുമായ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിനും അങ്ങ് വച്ചു നീട്ടിയ ഒരാഴ്ചക്കാലം മുഴുവനും അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെ ഓരോരുത്തരുടെ മേൽ വർഷിക്കുന്നതിന് വേണ്ടിയും അയോഗ്യരും പാപികളുമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായേ, അങ്ങയുടെ കാരുണ്യത്തിനും കൃപാധിക്യത്തിനും യോജിച്ച വിധം അങ്ങയുടെ ജനത്തോടും എളിയവനായ എന്നോടും വർത്തിക്കണമേ. എന്റെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും തക്ക വിധം അങ്ങ് പ്രവർത്തിക്കരുതേ. അങ്ങയുടെ കൃപയാൽ യഥാർത്ഥ വിശ്വാസത്തോടെ ഞങ്ങൾ സ്വീകരിക്കുന്ന തിരുശരീരം വഴി ഞാനും ഇവരും കടങ്ങളുടെ പൊറുതിക്ക് പാപങ്ങളുടെ മോചനത്തിന് യോഗ്യരാകട്ടെ. ആമേൻ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടെ നിന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും വിശുദ്ധീകരിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. കടങ്ങളുടെ പൊറുതിക്ക് പാപങ്ങളുടെ മോചനത്തിന് മരിച്ചവരുടെ ഉയർപ്പിലുള്ള പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിന് കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവിതാംഗവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് ദയ തോന്നണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളെ യോഗ്യരാകുന്നു, തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.
സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. എന്നെ ഭക്ഷിക്കുന്നവരും മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആരാധനയെന്നും ഈശോയ്ക്കു മാത്രം ആദരവോടെ കൈകൂപ്പിടുന്നു. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകഴ് പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആർദ്രതയോടെന്നും കാക്കും നിൻ പുകഴ് പാടുവതോ പുണ്യം ധന്യമീ ജീവിതം. ആത്മനാഥാനിനക്കാരാധന, ആത്മജനേകിടും ആരാധന. ആത്മനാഥാനിനക്കാരാധന, ആത്മജനേകിടും ആരാധന. ഈശോയെ, വീണ്ടും അങ്ങയുടെ ശരീരം ഞങ്ങളുടെ ശരീരത്തോടും അങ്ങയുടെ രക്തം ഞങ്ങളുടെ രക്തത്തോടും ചേർക്കപ്പെടാൻ പോകുന്ന ഈ സമയം അറിഞ്ഞുമറിയാതെയും വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വന്നുപോയ എല്ലാ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും സംസാരത്തിൽ വന്ന പിഴവുകൾ, ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തിയ അവിശ്വസ്തതകൾ, ജീവിത പങ്കാളിയോടും മക്കളോടും അറിഞ്ഞുമറിയാതെ ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും, എടുത്തുചാട്ടം, പിടിവാശി, അസൂയ, മുൻകോപം, ഈശോയെ തിരുമുമ്പിലേക്ക് ചേർത്ത് വെച്ച് ഒരു ബലി കൂടി ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്ന, ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കുന്ന ഈ ബലിയിൽ അങ്ങയുടെ ശരീരരക്തങ്ങളാൽ ഞങ്ങൾക്ക് ശക്തി തരണമേ എന്ന് യാചിച്ചുകൊണ്ട്, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ പ്രാർത്ഥിക്കാനുള്ള കൃപ തരണമേ എന്ന് യാചിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് യാചിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശിക്ഷിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. പരിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന നമ്മെ സ്നേഹത്തിലും ഐക്യത്തിലും അവിടുന്ന് സംരക്ഷിക്കട്ടെ. സഭയുടെ ബലിവേദിയിൽ തന്റെ ശരീരരക്തങ്ങൾ തരുന്ന മിശിഹായെ നമുക്ക് വാഴ്ത്താം. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപാവരം, അവിടുത്തെ കാരുണ്യാന്തരകത്താണ് നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവിന്റെ ബലിപീഠത്തിൽ ഭക്ഷിച്ച് നമുക്ക് തൃപ്തരാകാം. സഭയുടെ വിശ്വസ സന്താനങ്ങളെ വർദ്ധിക്കുവാൻ ഈ ദിവ്യകൂദാശ നമ്മെ ശക്തരാക്കട്ടെ. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ.
ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ യേശുവേ നീ വരുമോ? എന്നോടു ചേരാൻ, എന്നുള്ളിൽ വാഴാൻ എന്നരികിൽ നീ വരുമോ? എത്ര നാളായി ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നായി ചേർന്നിടുവാൻ, വൈകാതെ വന്നിടണേ ആത്മനായക. നെഞ്ചകം നിറയെ വിതുമ്പും നൊമ്പരമെല്ലാം അകറ്റാൻ, നെഞ്ചകം നിറയെ വിതുമ്പും നൊമ്പരമെല്ലാം അകറ്റാൻ, തിരുവോസ്തിരുവാൻ തിരുമാറിലെന്നെ ചേർക്കുവാൻ മനസ്സാകണേ. തിരുവോസ്തിരുവാൻ തിരുമാറിലെന്നെ ചേർക്കുവാൻ മനസ്സാകണേ. എത്ര നാളായി ഞാൻ കൊതിപ്പൂ നിന്നോടൊന്നായി ചേർന്നിടുവാൻ, വൈകാതെ വന്നിടണേ ആത്മനായക. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേ ദാസന്മാരെ വൈദികർക്ക് യാതൊരബ്ദം വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പുഷ്പടകരങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങേ വിലയിരുത്താൽ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിലെയും മഹനീയമുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളാകുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യ സ്നേഹം അവർ ലോകത്തിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഹിതവരാനന്ദവും ആശ്വാസവും ഭക്തിയുടെ സൗഭാഗ്യത്തിന് ഗൗരവമായി തീരട്ടെ. ആമേൻ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ വൈദികരെയും വൈദ്യാർത്ഥികളെയും വിശുദ്ധീകരിക്കണമേ. വൈദികരാജ്ഞിയെ മറിയമേ, വൈദ്യർക്ക് വേണ്ടിയും വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളാൻ യോഗ്യരാക്കപ്പെട്ട നമുക്ക് എല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവരുടെ നിയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. 1-2 അറിയിപ്പുകൾ. നമ്മുടെ ദേവാലയത്തിൽ നമ്മൾ ഇന്നലെ രാവിലെ വിശുദ്ധ കുർബാനയോടുകൂടി ലളിതമായി ഓണം ആഘോഷിച്ചു. സാധിക്കുന്നവരൊക്കെ വിശുദ്ധ ബലിയിൽ പങ്കുചേർന്നു. തുടർന്ന് നമ്മുടെ ദേവാലയ മുറ്റത്ത് നമ്മുടെ മക്കൾ തന്നെ പൂക്കളം ഒരുക്കി ഓണക്കാഴ്ച നടത്തി. ഓണക്കാഴ്ച നടത്തിയത് ബാലഭവനിലെ കുഞ്ഞുങ്ങളാണ്. ഏറ്റവും പ്രത്യേകമായി നന്ദിയോടെ അവരെ ഓർക്കുന്നു. അതോടൊപ്പം ദേവാലയ മുറ്റത്ത് പൂക്കളമിടാൻ സഹായിച്ച നമ്മുടെ മക്കൾ ആൽബിൻ, സോബിൻ, എബിൻ, സിറില്, ആൽബ്രട്ട്, ജോയൽ, ലൂക്കാച്ചൻ, ഇവരെല്ലാം പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. അവരുടെ ആ ത്യാഗത്തിനും ആത്മാർത്ഥമായ സഹകരണത്തിനും ഇടവക സമൂഹത്തിൻ്റെ നന്ദിയും സ്നേഹവും പ്രത്യേകം അറിയിക്കുന്നു. അടുത്ത ഞായറാഴ്ച വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ കുമ്പസാരിക്കാനുള്ള സൗകര്യം ഒരുക്കുകയാണ്. കാരണം നമ്മൾ 8 നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. സെപ്റ്റംബർ മാസം 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെ നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ദിവസമാണ്. പരിശുദ്ധ കന്യകമറിയത്തിൻ്റെ ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയാണ്. കുറേ നാളുകളായി നമ്മുടെ കുമ്പസാരമൊക്കെ നടത്തിയിട്ട് അതിൻ്റെ പശ്ചാത്തലത്തിലും 8 നോമ്പിന് ഒരുക്കമായി
അടുത്ത ഞായറാഴ്ച വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ സമയം പാലിക്കണം. അത്രയും സമയം ദേവാലയത്തിൽ നമ്മുടെ വൈദികരെ ക്രമപ്പെടുത്തും. നമുക്ക് കുമ്പസാരിക്കാൻ സൗകര്യമുണ്ടായിരിക്കും. ഈ സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്ന് താല്പര്യപ്പെടുന്നു. 8 ദിവസത്തെ നൊവേന ഏറ്റെടുത്ത് നടത്താൻ താല്പര്യമുള്ളവർ ഇനിയും പേര് തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കപ്പേരുടെ കയ്യിൽ പേര് കൊടുക്കണം. നിങ്ങൾക്ക് ആവശ്യമായ ഡേറ്റുകൾ ഏതാണ് എന്ന് കരുതി അതും പ്രത്യേകം നോട്ട് ചെയ്യപ്പെടണം. 3-ാം തീയതിയോ 4-ാം തീയതിയോ അല്ലെങ്കിൽ 5-ാം തീയതി നടത്തണം എന്ന് കൃത്യമായ ദിവസം അങ്ങനെ എന്തെങ്കിലും നിയോഗം ഉണ്ടെങ്കിൽ അതുകൂടി ആ ഡേറ്റ് സഹിതം നിങ്ങൾക്ക് പേര് കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തെ കുർബാന 8:30 മണിക്കാണ്. ഇന്നത്തെ കുർബാനയിൽ നമ്മുടെ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഒരു ഓണക്കരുതൽ നൽകുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇടവക സമൂഹവും സാൻഡു ആശുപത്രിയും ചേർന്ന് ഒരു ഹോം കെയർ നടത്തിയിരുന്നു. ഭവനങ്ങളിൽ തീർത്തും നിർധനരായി കിടക്കുന്നവരെ ചെന്ന് കണ്ട് അവരെ പരിശോധിച്ച് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നൊരു ഹോം കെയർ. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും ഫോട്ടോ എടുത്തായിരുന്നു. ചില ഫോട്ടോ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. ഇത്രയും നിർധനരായിട്ടുള്ള, പ്രത്യേകിച്ച് അക്രൈസ്തവരായിട്ടുള്ളവർ, നമ്മുടെ ഇടവക സമൂഹമല്ല, ഇടവക സമൂഹത്തിന് പുറത്താണ് എനിക്ക് തോന്നിയത്, അത്രയും നിർധനരായിട്ടുള്ളവർ ഈ പ്രദേശത്ത് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ആ ഫോട്ടോയിലൂടെ ആ വീടും അവരുടെ പെരുമാറ്റവും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഇന്ന് ഒരു ഓണക്കരുതൽ നൽകുകയാണ്. ഞാൻ ഇന്നലെ ഹെഡ് മാസ്റ്റർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഭക്ഷ്യമായിട്ട് എന്തെങ്കിലും എന്ന് വെച്ച് ചോറുണ്ടാക്കി കൊണ്ടുവരാനോ കറി ഉണ്ടാക്കി കൊണ്ടുവരാനോ ഉള്ള അതിനുപയുക്തമായ ഏതെങ്കിലും തരത്തിലൊരു ഭക്ഷ്യവസ്തു എൻ്റെ അടുത്ത് നിൽക്കുന്നവനും വേണ്ടി മാറ്റിവെക്കാനുള്ളൊരു നിർദ്ദേശം ഇന്നലെ രാത്രി കാറ്റഗിസം അധ്യാപകർ വരെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഇന്ന് കുർബാന മധ്യേ രണ്ടാമത്തെ കുർബാനയ്ക്ക് അത് കാഴ്ച സമർപ്പിക്കും. അത് നമ്മുടെ പോയ ആ വീടുകളിലെ ഏറ്റവും നിർധനരായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു, എനിക്ക് അഭിമാനത്തോടെ പറയാം, നമ്മുടെ ഇടവക സമൂഹത്തിൽ അങ്ങനെ ഒരു വീട് ഞാൻ കണ്ടിട്ടില്ല. വളരെ വേദനിക്കുന്ന മനുഷ്യർ, ഒറ്റയ്ക്ക് കഴിയുന്നവരുണ്ട്, ഒരുപക്ഷെ മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന മനുഷ്യരുണ്ട്, ആരും ശ്രദ്ധിക്കാനില്ലാത്തവർ. ഈ ഓണം അടുത്ത് നിൽക്കുന്നവൻ്റെ വേദന കൂടി തിരിച്ചറിയുന്ന, നമുക്ക് പരാതി ഉണ്ടാവും. നമുക്ക് പരാതി ഒഴിഞ്ഞ ദിവസങ്ങളൊന്നുമില്ലല്ലോ. നമ്മളെല്ലാവർക്കും, എനിക്കുൾപ്പെടെ പരാതിയുണ്ട്. പരാതി തീരാത്ത ദിവസങ്ങളൊന്നുമില്ല. നമ്മുടെ പരാതികൾക്കും അപ്പുറത്തേക്ക് ഒരു പരാതിയും ഇല്ലാതെ ജീവിതത്തിൻ്റെ ഈ വേദനകൾക്ക് മധ്യേ അങ്ങ് ജീവിച്ചു പോകുന്ന മനുഷ്യരുണ്ട്. ദൈവം കൊണ്ടു നടക്കുമെന്നുള്ള വലിയ പ്രത്യാശയോടെ അവിടെ ദൈവത്തിൻ്റെ ഇടപെടലായിട്ട് നമുക്ക് മാറാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യമാണ്. അത് ഈ മക്കൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. പക്ഷെ അതിലൂടെ ആ കുടുംബവും രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയാണ്. അതുകൊണ്ട് അതിലൊരു കുറവായിട്ട് കാണണ്ട, അതൊരു വേദനയായിട്ട് കാണണ്ട, കൊടുത്തതിലുള്ള നഷ്ടമായിട്ട് ചിന്തിക്കേണ്ട. 10 മടങ്ങ് ദൈവം നമുക്ക് തരും. ഇതുവരെ നമുക്ക് തന്നിട്ടുണ്ട്, ഇനിയും അങ്ങോട്ടേക്ക് തരും. അതുകൊണ്ട് കുർബാന മധ്യേ പറഞ്ഞത് സത്യമാണ്. പ്രത്യാശ തീർന്നു പോകാതിരിക്കട്ടെ. ആ പ്രത്യാശയിൽ ജീവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. കൃതജ്ഞത പ്രാർത്ഥന. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളിലൂടെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടി അങ്ങയെ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ എന്നേക്കും. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ ദിവ്യരഹസ്യങ്ങൾ വഴി കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും സ്നേഹത്തോടും പ്രത്യാശയോടും കൂടി നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. മാമോദീസ വഴിയായി ദൈവം നൽകി നവജീവൻ ദാനവരങ്ങളിലഖിലേശൻ പങ്കാളികളാ തീർത്തല്ലോ. തിരുവചനത്താൽ കനിവോടെ ധന്യത നൽകി ലോകത്തിൽ സുവിശേഷത്തിൻ സാക്ഷികളാ ജീവിത വീതി നീങ്ങിടുവിൻ.
വിശ്വാസത്തിലധിഷ്ഠിതമാ നല്ല കുടുംബം തീർത്തെന്നും സഭയുടെ നിസ്തുല ചൈതന്യം പാരിതിനെല്ലാം നൽകിടുവിൻ. രക്ഷക കൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റൂഹാദൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്തുതി. അങ്ങ് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളെ പൊറുക്കുകയും പാപങ്ങളെ മോചനത്തിന് കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. ദൈവപുത്രനായ ശംശിയുടെ വളർത്ത പിതാവും തിരുകുടുംബത്തിന്റെ പാലകനുമായ വിശുദ്ധ ഔസേ പിതാവേ, അങ്ങയുടെ മധ്യസ്ഥതയ്ക്ക് പ്രത്യേകമായി സമർപ്പിതമായ ഈ വർഷത്തിൽ ഞങ്ങൾ അങ്ങയുടെ മധ്യസ്ഥനും പാലകനുമായി ഏറ്റുപറയുന്നു. തിരുസഭയുടെ കാവൽക്കാരനായ അങ്ങയെ ഞങ്ങൾ വണങ്ങുന്നു. ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങി മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുകയും ഉണ്ണീശോയെ ഹെരോദോസിന്റെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ഈജിപ്തിലേക്ക് പലായനം ചെയ്യും. അധ്വാനപൂർണ്ണമായ ജീവിതം വഴി തിരുകുടുംബത്തെ സംരക്ഷിച്ച് പരിപാലിക്കുകയും ചെയ്ത അങ്ങയുടെ മാതൃക അനുസരിച്ച് ദൈവതിരുമനസ്സിന് കീഴ്വഴങ്ങി ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തിയിൽ നിന്നും അങ്ങയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. തിരുസഭയുടെ കാവൽക്കാരനായ വിശുദ്ധ ഔസേപ്പേ, നന്മരണത്തിന് മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പേ, കുടുംബങ്ങളുടെ സംരക്ഷകനായ വിശുദ്ധ ഔസേപ്പേ, ഈശോ മിശിഹായിക്ക് എന്നമ്മയോർക്കുമ്പോൾ